ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലുള്ള ധോബി എന്ന സ്ഥലത്തുള്ള ഒരാപ്പിൾ തോട്ടം. അവശേഷിക്കുന്ന ഏതാനും ഇലകളുമായി നിരന്നു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ. 2025 ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിലെ കാഴ്ചയാണ് ഇത്. ഈ മരങ്ങളിൽ ഉണ്ടായിരുന്ന ആപ്പിളുകൾ അത്രയും വിളവെടുത്തു കഴിഞ്ഞു. എങ്കിലും പേരിന് പറയാൻ ഒന്നോ രണ്ടോ ആപ്പിളുകൾ മരങ്ങളിൽ അവിടെവിടെയായി കായ്ച്ചു കിടപ്പുണ്ട്. തട്ടുതട്ടായി പരന്നു കിടക്കുന്ന ആപ്പിൾ തോട്ടം. തോട്ടത്തിലാകെ കൊഴിഞ്ഞു വീണ് കിടക്കുന്ന ആപ്പിളിന്റെ ഇലകൾ. ഈ തോട്ടമിറങ്ങി താഴേക്ക് ചെന്നാൽ കാണാൻ കഴിയുന്നത് ബിയാസ് എന്ന നദിയാണ്. നദി ഒഴുകി പോകുന്നതിന്റെ ശബ്ദം മുകളിൽ നിന്ന് നല്ലവണ്ണം കേൾക്കാം. നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് ആപ്പിൾ തോട്ടത്തിലെ കാഴ്ചകളും കണ്ട് നടന്നു വരുമ്പോൾ അങ്ങ് ദൂരെ മലകളിൽ കണ്ണുടക്കി ചെമ്പൻ മലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന മഞ്ഞുമലകൾ. ആ മഞ്ഞുമലകൾക്ക് അരികിലായി അമ്പിളിയമ്മാവനുമുണ്ട്. മനോഹരമായ ഒരു കാഴ്ച. ആപ്പിൾ തോട്ടത്തിൽ അവിടെവിടെയായി വീണ് കിടക്കുന്ന ആപ്പിളുകൾ. തെല്ലൊരു വിഷമത്തോടുകൂടി മാത്രമേ ഇത് കാണാനാവൂ. കണ്ടില്ലേ, മണ്ണിലും ഷീറ്റിന്റെ പുറത്തുമായി പൊഴിഞ്ഞു കിടക്കുന്ന ആപ്പിളുകൾ. തോട്ടത്തിന്റെ ചില ഭാഗങ്ങളിൽ പാലക്ക് ചീരയുടെയും മല്ലിയുടെയും ചെറു കൃഷികൾ കൂടിയുണ്ട്. കൂടാതെ റോസയുടെയും മറ്റ് പൂച്ചെടികളുടെയും കമ്പുകൾ വേരുപിടിപ്പിക്കാനായി മണ്ണിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു. ആപ്പിളിന്റെ ഉൽപാദനം കൂട്ടാനും മരം നന്നായി വളരാനുമായി ആപ്പിൾ മരങ്ങളുടെ ചില്ലകൾ മുറിച്ച് പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ മറ്റോ വന്ന ആപ്പിൾ ചില്ലകളെ മുറിച്ച് ഒഴിവാക്കാറുണ്ട്. ശേഷം ആ മുറിപ്പാടിൽ പെയിന്റും ചില്ല ചീയാതിരിക്കാനുള്ള മരുന്നും പുരട്ടാറുണ്ട്. നിരവധി ആപ്പിളുകൾ കായ്ച്ചു കിടക്കുന്ന ഒരു ആപ്പിൾ മരം സങ്കല്പിച്ചു നോക്കൂ. വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ ആ മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണേക്കാം. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആപ്പിൾ മരങ്ങളുടെ ചില്ലകളെ കയറുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ വലിച്ചു കെട്ടാറുണ്ട്. ഈ ആപ്പിൾ തോട്ടത്തിലെ മരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അതിലൊക്കെ വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കവറുകൾ തൂക്കിയിട്ടിരിക്കുന്നതായി കാണാം. ആപ്പിൾ മരങ്ങളുടെ പരാഗണം എളുപ്പമാക്കാൻ പ്രയോഗിക്കുന്ന ഒരു സൂത്രവിദ്യയാണ് ഇത്. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കവറുകളിലോ കുപ്പികളിലോ വെള്ളം നിറച്ചതിനു ശേഷം പരാഗണത്തെ സഹായിക്കുന്ന മറ്റൊരു ആപ്പിൾ വെറൈറ്റിയുടെ പൂക്കളുള്ള ചെറു ചില്ലകൾ കവറുകളിൽ ഇറക്കി വെക്കും. ശേഷം ഈ കവറുകൾ ആപ്പിൾ മരത്തിൽ കെട്ടിത്തൂക്കിയിടും. ഇങ്ങനെ ചെയ്യുന്നത് വഴി ആപ്പിൾ മരങ്ങളിൽ വേണ്ട വിധം പരാഗണം നടക്കുകയും കായകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ ആപ്പിളുകൾ പൂവിടുന്ന സമയത്ത് കെട്ടിത്തൂക്കിയ കവറുകളാണ് ഇപ്പോൾ കാണുന്നത്.